നമസ്കാരം, ഫുട്ബോൾ ബെറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിക്കോ വില്യംസ് ടു ബാർസലോണ ലിങ്ക്സ് വീണ്ടും ഇന്നലെ രാത്രി വന്നിരിക്കുകയാണ്. സോ എല്ലാവരും അറിഞ്ഞു കാണും. ഇന്നലെ വൈകിട്ടായപ്പോഴേക്കും പല റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നു. നിക്കോ വില്യംസും ഏജന്റും ഡെക്കോയും തമ്മിലൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു ലാസ്റ്റ് മൊമെന്റ്സിൽ. പക്ഷെ അത് മേ ബി ഫേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം എന്നൊക്കെ ഓർത്തു. പക്ഷേ സംഭവം സത്യമായിരുന്നു. നിക്കോ വില്യംസിന്റെ ഏജന്റ് ബാർസലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോയിനെ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്യുകയും അവർക്കിടയിൽ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ എൻഡ് ചെയ്തതെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ നിക്കോ വില്യംസ് സിറ്റുവേഷൻ എന്തായിരുന്നു വെച്ചാൽ, ഇപ്പം പ്ലെറ്റംബർഗും ഫാബ്രീസിയോ എല്ലാവരുടെയും റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബയൺ മ്യൂണിക്ക് നിക്കോ വില്യംസിന്റെ ഫ്രണ്ടിൽ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. അതോ അവർ തമ്മിൽ ഡിസ്കഷൻസ് നടത്തി ബയൺ മ്യൂണിക്ക് നിക്കോയുടെ ടേംസ് അഗ്രി ചെയ്യാൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ എടുത്തായിട്ട് വാർത്തകൾ കിട്ടും. കൂടാതെ ചെൽസിയും അതുപോലെ തന്നെ ആർസണലും സീരിയസ്ലി നിക്കോ വില്യംസിന്റെ പേര് ഇന്റേണലി ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. പ്ലെയറിന്റെ ഏജന്റിനെ സമീപിക്കുകയും ചെയ്തു. സോ ഇപ്പം കഴിഞ്ഞ ദിവസം ബാർസലോണ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നിക്കോയുടെ ഭാഗത്തു നിന്ന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവാനായിട്ടാണെന്നാണ് വാർത്തകൾ വന്നിരുന്നത്. സോ കഴിഞ്ഞ ദിവസം അത് ഉണ്ടാവുകയും ചെയ്തു. നിക്കോ വില്യംസ് ഇങ്ങോട്ട് ബാർസലോണയെ അപ്രോച്ച് ചെയ്യുമായിരുന്നെന്നും ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുമായിരുന്നെന്നും ബാർസലോണ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതും ബാർസലോണയും അതായത് സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ നേരിട്ട് കാണുകയും ഗ്യാരണ്ടി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതായത് കഴിഞ്ഞ സീസണിൽ അത്രയും കുഴപ്പമില്ല, കൂടാതെ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഗ്യാരണ്ടീഡ് ആണെന്നും മറ്റുമൊക്കെ പറയുകയും നിക്കോ വില്യംസ് ഡിമാൻഡ്, അതായത് മറ്റ് ക്ലബ്ബുകളോട് ഡിമാൻഡ് ചെയ്തതിനേക്കാളും കുറഞ്ഞ ഒരു സാലറിയിൽ ബാർസലോണ വരാൻ റെഡിയാണെന്നും പിന്നെ മറ്റൊരു റിപ്പോർട്ട് ജെറാഡ് റൊമേറോ വിടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈവൻ ഗ്യാരണ്ടി സില്ലയിലും പുള്ളി ഇപ്പം സൈൻ ചെയ്യാനായിട്ട് ഒബ്സസ്ഡ് ആണെന്നുള്ളത്. ജെറാഡ് റൊമേറോ ബാർസലോണ ഡെലിഗേറ്റ് ആണ്. സോ ബാർസലോണയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ജേർണലിസ്റ്റ് ആണ്. സോ കൂടുതൽ ബാർസ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലിടും. സോ 100% ഞാൻ അതിനോട് മേ ബി യോജിക്കുന്നില്ല. പക്ഷേ എന്നാലും ഒരു ഗ്യാരണ്ടിയും കൊടുത്തില്ലെങ്കിൽ നിക്കോ വരും, ഞാൻ സൈൻ ചെയ്യും, അത്ര ഡെസ്പെറേറ്റ് അതെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബാർസലോണ ഗ്യാരണ്ടി കൊടുത്തു എന്നാണ് നമുക്ക് മറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഗ്യാരണ്ടി കൊടുക്കാതെ പുള്ളി വരും, അഥവാ ആ രീതിയിൽ പുള്ളി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അതാണ് കേട്ട വാർത്ത. കൂടാതെ പുള്ളി ഹാൻസി ഫ്ലിക്കുമായിട്ട് ഫോണിൽ നിക്കോ വില്യംസ് പേഴ്സണലി സംസാരിച്ചെന്നും ഹാൻസി ഫ്ലിക്ക് പ്രോജക്റ്റ് നിക്കോ വില്യംസിനോട് ഫോണിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നു. സോ അതിനുശേഷം ഇന്നലെ മീറ്റിംഗ് നടക്കുന്നു, പോസിറ്റീവായിട്ട് മീറ്റിംഗ് എൻഡ് ചെയ്യുന്നു. സോ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 12 മില്യൺ യൂറോസ് ഗ്രോസ്, ഏകദേശം 6.3 മില്യൺ യൂറോസ് നെറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടത്തക്ക രീതിയിൽ, അതായത് ഓൾമോസ്റ്റ് അൻസു ഫാറ്റി ബാർസലോണ ലേൺ ചെയ്തതിനടുത്ത് ഉള്ള ഒരു ഡീലിന് നിക്കോ വില്യംസ് ബാർസലോണയ്ക്ക് വേണ്ടി സൈൻ ചെയ്യാൻ റെഡിയാണെന്നാണ് ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ, ഇപ്പം വരുന്ന ജേർണലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും സ്പോർട്ടിന്റെയും മുണ്ടോ ഡിപ്പോർട്ടീവിൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്. സോ ഇത് 100% ഉറപ്പാണ്, ഇതാണ് അഗ്രി ചെയ്തിരിക്കുന്ന ഡീല് എന്നുള്ള കാര്യമല്ല, ഈ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ്. കൂടാതെ ആളുടെ റിലീസ് ക്ലോസ് ആയ 58 മില്യൺ യൂറോസ് പേ ചെയ്യാൻ ബാർസലോണ റെഡിയാണ്, വില്ലിംഗ് ആണെന്നും താരത്തിന്റെ ഏജന്റിനെ അറിയിച്ചതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. ഇനി ഏജന്റ് കമ്മീഷന്റെ കാര്യം, പ്ലെയർ സൈനിങ് കോമ്പോണൻസ് ഉണ്ടോ, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല. സോ ഇതാണ് ഇപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന വാർത്ത. സോ എന്തുകൊണ്ട് ബാർസോയ്ക്ക് നിക്കോനെ വേണം? കുറെ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിക്കോ വില്യംസിനെ ബാർസലോണയ്ക്ക് വേണം. ഇന്നലെയാണ് ഞാൻ ലൈവ് സ്ട്രീം ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ബ്രോ അങ്ങനെയാണെങ്കിൽ റഫീനയുടെ കാര്യം എന്താവും, അങ്ങനെയാണെങ്കിൽ ഫെർമിൻ ലോപ്പസിന്റെ കാര്യം എന്താവും, ഡാനി ഓൾമോയുടെ കാര്യം എന്താവും? സോ എനിക്ക് പറയാനായിട്ടുള്ള എന്നാന്ന് വെച്ചാൽ, ഇപ്പം മറ്റ് ക്ലബ്ബുകൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് നോക്കുക. ലിവർപൂൾ ഓക്കെ, ഞങ്ങൾക്ക് ഗ്യാക്പോ ഉണ്ട്, ലൂയിസ് ഡിയാസ് ഉണ്ട്, എന്നാൽ നമുക്ക് വിറ്റ്സിനെ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവർ വിറ്റ്സ് സൈൻ അത്രയും പൈസ മുടക്കി അവർ കൊണ്ടുവന്നു. സിറ്റി അവിടെ പൊസിഷനിൽ പല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവർ വീണ്ടും ഇപ്പോൾ ഒമർ മർമൂഷിനെ അവർ കഴിഞ്ഞ വിൻഡോയിൽ എന്തിനാണ് കൊണ്ടുവന്നത്? ഓൾറെഡി അവിടെ ഡോക്കു ഇല്ലേ, ഹാളണ്ട് ഇല്ലെന്ന് പറഞ്ഞവർ നിൽക്കുവാണോ? അല്ല, അവർ ഓവർ റൂഷിനെ കൊണ്ടുവന്നു. മിഡ്ഫീൽഡിലോട്ട് റോഡ്രി ഇല്ല, ഞങ്ങൾ നിക്കോ ഗോൺസാലസിനെ കൊണ്ടുവന്നു, ഡ്രൈൻഡേഴ്സിനെ കൊണ്ടുവന്നു. അതുപോലെ PSG ഓൾറെഡി അവർക്ക് ബർക്കോള, ഡെസറഡോ, ഡെമ്പല്ലെ, ഗോൺസാലോ റോമസ് പോലത്തെ എക്സൈറ്റിംഗ് പ്ലേയേഴ്സ് ഉള്ളപ്പം കവറസ്കേലിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയപ്പോൾ അവർ കയറി അത് സൈൻ ചെയ്തു. അല്ല, അത് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുക്കുകയും ചെയ്തു. സോ എല്ലാ ക്ലബ്ബുകളും നിങ്ങൾ നോക്കുമോ, റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഇപ്പം റയൽ മാഡ്രിഡ് ഓക്കെ, ഞങ്ങൾക്ക് ആരുടെ കൂളർ ഉണ്ട്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, അതായത് മിഡ്ഫീൽഡ് ബിഗ് തിങ്, നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഭവം. സോ മസ്റ്റ് വാൻ ടു വാൻ നമ്മൾ സൈൻ ചെയ്യണോ? വേണ്ട, എന്തിനാണ്? നമുക്ക് ഗൂളറില്ലേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ല, ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവർ പോയ മസ്റ്റ് വാൻ ടു വാനാണ് സൈൻ ചെയ്തു. സോ അതാണ് ഞാൻ പറയുന്നത്, ഓപ്പർച്യൂണിറ്റീസ് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ചെയ്യണം. കാരണം വിട്ടുകൊടുത്താൽ പിന്നെ മേ ബി ആ ഒരു പ്ലെയറിന് ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മളിലോട്ട് വരാൻ. ആൻഡ് ഒരു സീരിയസ് ടാലന്റ് ആണ് നിക്കോ വില്യംസ്, വൺ ഓഫ് ദ മോസ്റ്റ് സോർട്ടഡ് ഔട്ട് പ്ലേയേഴ്സിൽ ഒരാളും കൂടെയാണ്. നിക്കോ വില്യംസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മേ ബി 58 മില്യൺ ഇപ്പം വരാൻ സക്സസ്ഫുൾ ആവാതിരിക്കും. 100%
സക്സസ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം വേസ്റ്റ് ചെയ്താൽ നമ്മൾ ഓർക്കും ഒരു 2 സീസണിൽ പോയി നിക്കോ വില്യംസ് ബയണിൽ പോയി തകർത്ത് കളിച്ചു. നമ്മളുടെ അടുത്തോട്ട് വരാൻ താല്പര്യം ഉണ്ടായിരുന്ന പ്ലെയറാണ്. 58 മില്യൺ അന്ന് കിട്ടുമായിരുന്നു. ഇപ്പം 100 മില്യൺ വേണ്ടി മാർക്കറ്റ് വാല്യൂ പോയി. അങ്ങനെ നമ്മൾ നോക്കിയിരിക്കത്തേ ഉള്ളൂ. സോ ഓപ്പർച്യൂണിറ്റി വരിക, നമ്മളത് എടുക്കുക. ആ എടുത്ത് പറയേണ്ട കാര്യം റഫീനയും യമാലും അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സൈനിങ്സ് അവിടെ നടത്താതിരിക്കാൻ പറ്റും. നമ്മുടെ ടീമിൽ എത്ര വിങ്ങേഴ്സ് ഉണ്ട്? ബാർസലോണയിൽ പ്രോപ്പറായിട്ട് എത്ര വിങ്ങേഴ്സ് ഉണ്ട്? യമാൽ, റഫീന. ഇതിൽ റഫീന എക്സാക്ട്ലി ഒരു പിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന വിങ്ങറാണോ? അല്ല. റാഫീനയുടെ നാച്ചുറൽ ഇന്ത്യൻ ഓൾവേസ് ഇൻവേർട്ട് ചെയ്ത് ക്ലോസർ ടു ദ സ്ട്രൈക്കർ കളിക്കുകയാണ്. ബാർസലോണയിൽ പിച്ച് സ്ട്രെച്ച് ചെയ്യേണ്ട കംപ്ലീറ്റ് ഡ്യൂട്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരുടെ ആയിരുന്നു? ബാൾഡയുടെ ആയിരുന്നു. ബാൾഡെ കഴിഞ്ഞ സീസൺ ഇഞ്ചുറി പറ്റിയപ്പം ബാർസലോണ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് ബാൾഡേക്ക് ഇഞ്ചുറി പറ്റിയപ്പോഴാണ്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നില്ലായിരുന്നു. ജെറാർഡ് മാർട്ടിൻ വാസ് സ്റ്റാർട്ടിങ്. നമ്മൾ ഇന്റർ മിലാൻ അഗെയിൻസ്റ്റ് നമ്മളിപ്പം പറയുവാണ് അയ്യോ റഫീന ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമുണ്ടോ? ഇന്റർ മിലാൻ അഗെയിൻസ്റ്റ് ഡു യു തിങ്ക് നമുക്ക് നിക്കോ വില്യംസ് ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഗെയിം മാറത്തില്ലായിരുന്നു. 100% മാറിയാണ് അല്ലേ? സോ അതാണ് പറഞ്ഞത്. നമ്മളിപ്പം അയ്യോ നിക്കോ യമാൽ എന്ത് ചെയ്യും, റഫീന എന്ത് ചെയ്യും, അയ്യോ ഓൾമോഡ് മിനിറ്റ്സ് ഗ്യാരണ്ടി സാക്രിഫൈസ്ഡ് ആവും. ബ്രോ, ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഫുട്ബോളിൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, കോമ്പറ്റീഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. 70-60 മുകളിൽ മാച്ചസ് നെക്സ്റ്റ് സീസൺ എന്തായാലും ബാർസലോണ കളിക്കും ഓൾമോസ്റ്റ്. എസ്പെഷ്യലി കപ്പ് കോമ്പറ്റീഷൻസിന്റെ ഫൈനൽസിലോട്ട് അവസാനത്തെ റൗണ്ടിലോട്ടൊക്കെ പോയാൽ 70 മാച്ചസ് അടുത്ത് കളിക്കും. അല്ല 60 മേളിൽ കളിക്കും. പ്രീ സീസൺ ടൂറുകളുണ്ട്, ഇതിനിടയ്ക്ക് മറ്റ് സംഭവങ്ങളുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവർക്ക് എല്ലാവർക്കും വീക്ക് ആഫ്റ്റർ വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ വേൾഡ് ഫുട്ബോളിലെ ഇപ്പോഴത്തെ ക്ലബ്ബുകളുടെ ട്രെൻഡ് നോക്കിക്കുക. എല്ലാവരും സ്ക്വാഡ് ഡെപ്ത് ഇമ്പ്രൂവ് ചെയ്യാണ്. ചുമ്മാ ഓരോ പ്ലെയറിനെ കൊണ്ടുവന്ന് സ്ക്വാഡ് ഡെപ്ത് ഇമ്പ്രൂവ് ചെയ്യില്ല, ക്വാളിറ്റി പ്ലേയേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ട് സ്ക്വാഡ് ഡെപ്ത് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. ലുക്ക് അറ്റ് PSG, റയൽ മാഡ്രിഡ്, സിറ്റി, ലിവർപൂൾ, എല്ലാവരും അതാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? കാരണം കോമ്പറ്റീഷൻസിൽ ഇനിയും സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇപ്പം വീക്ക് ആഫ്റ്റർ വീക്ക് എല്ലാ ആഴ്ചയിലും 3 മാച്ച് ഉണ്ടെങ്കിൽ ആ 3 മാച്ചും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഡൗൺ ആക്കാനായിട്ട് ഒരു ടീമും ആഗ്രഹിക്കുന്നില്ല. ഈവൻ കുറേ പ്ലേയേഴ്സ് ഇപ്പം ബെഞ്ചിൽ ഇരിക്കാനും റെഡിയാണ്. കാരണം അവർക്കും അറിയാം, അവർക്കും ലോങ്ജിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവർക്കും മെന്റൽ ഫെറ്റീക്നെസ്സും ഫിസിക്കൽ ഫെറ്റീക്നെസ്സും ഉണ്ട്. സോ പ്ലേയേഴ്സ് പഴയതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു ഗെയിം കളിക്കുന്ന സിസ്റ്റം അല്ല. ഇപ്പൊ ആഴ്ച 2 to 3 ഗെയിംസ് 2 to 3 ഗെയിംസ് പെർ വീക്ക് 7 ഡേയ്സിനിടയ്ക്ക്, അത് 9 ഡേയ്സിനിടയ്ക്ക് 3 ഗെയിംസ് പെർ ഒരു 9 ദിവസം ഷെഡ്യൂളിനിടയ്ക്ക് കളിക്കേണ്ട അവസ്ഥയാണ്. സോ ഡെഫിനറ്റ്ലി റൊട്ടേഷൻ വേണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഓപ്ഷൻസും വേണം. പിന്നെ യമാൽ മറ്റൊരു യങ്സ്റ്റർ ആണ്, 18 വയസ്സ് നെക്സ്റ്റ് സീസണിലോട്ട് ആകുമ്പോൾ ആവുന്നത്. സോ റഫീനെ വേണം നമുക്ക് റൈറ്റിലിടാം. ഈ നിക്കോയും റഫീനയും കളിക്കും, നിക്കോ ലെഫ്റ്റിലും കളിക്കും, യമാലിനെ അവിടെ റൊട്ടേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിക്കോയോ റഫീൻ ഇവരിൽ ആരാണ് നന്നായിട്ട് കളിക്കുന്നത് അവരെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് മെയിൻലി തോന്നുന്നതെന്ന് വെച്ചാൽ റഫീന വിൽ പ്ലേ ദാറ്റ് നമ്പർ 10 റോൾ, നിക്കോ ഓൺ ദ ലെഫ്റ്റ്, യമാൽ ഓൺ ദ റൈറ്റ്. ഇവിടെ ഫെർമിൻ ലോപ്പസ് ഓൾമോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ ബെഞ്ചിൽ നിന്ന് ഇറങ്ങും. ഇപ്പം ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് റാഫീന മോശം ഫോമിലാണ്, റാഫീനേക്കാളും നന്നായിട്ടാണ് ഫെർമിന്റെ പെർഫോമൻസ് എങ്കിൽ ഫെർമിൻ അടുത്താൾ സ്റ്റാർട്ട് ചെയ്യും. നിക്കോ വില്യംസ് മോശമായിട്ടാണ് കളിക്കുന്നെങ്കിൽ നിക്കോ വില്യംസ് ബെഞ്ചിലാവും, ഫെർമിൻ നമ്പർ 10 വരും, റഫീന ലെഫ്റ്റിലോട്ട് പോകും. സോ അങ്ങനെ റൊട്ടേഷൻസ് നടക്കും. ബിഗ് ഗെയിംസിലോട്ട് വരുമ്പോൾ ആ സീസണിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അവർ സ്റ്റാർട്ട് ചെയ്യും. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമല്ല, അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ വിങ്ങർ ഓഫ് ദ ബെഞ്ച് ലെഫ്റ്റിൽ നമുക്ക് ഇറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു നമ്മൾ പലപ്പോഴും കഴിഞ്ഞ സീസൺ ബാർസലോണ ഫാൻസ് നോക്കിയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ റാഫീന, യമാലിന്റെ, ഫെർമിന്റെ, ഓൾമോയുടെ മിനിറ്റ്സ് ഒക്കെ സാക്രിഫൈസ്ഡ് ആവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാക്രിഫൈസ്ഡ് ആവുന്നതാണ് നല്ലത്. കാരണം അവർക്ക് അത്രയും റെസ്റ്റ് കിട്ടും, റൊട്ടേഷൻ കിട്ടും. ചില മാച്ചുകളിൽ നമ്മൾ തോന്നിയിട്ടില്ല, ഈവൻ റഫീന മോശമായിട്ട് ചില മാച്ചുകളിൽ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ മോശം എന്നല്ല, പുള്ളിയുടെ ആ ഒരു 100% അഥവാ ഒഫൻസീവ്ലി പുള്ളി ഒരു ഓഫായിരിക്കുന്ന പല ദിവസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർത്തിട്ടില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് റഫീനെ മാറ്റി ഒരു പ്രോപ്പർ വിങ്ങറിനെ ഇപ്പോൾ ഇറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പല മാച്ചുകളിലും ഈവൻ ദോ പുള്ളി പ്രോപ്പറായിട്ടല്ല, പുള്ളി ഒരു ഔട്ട് ഓഫ് ഫോം തോന്നിയെങ്കിലും പുള്ളിനെ കുറേ മിനിറ്റ്സ് കളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ആൻഡ് മറ്റ് പല മാച്ചുകളിലും നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടുണ്ട്. ഈവൻ ദോ പുള്ളിക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായതിലും പലപ്പോഴും ഫോഴ്സ്ഡായി യമാലിനെയും റഫീനെയും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട്? നമുക്ക് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട്. വൈഡിൽ നമ്മുടെ ടീമിൽ പിച്ച് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ യമാല്, ഒരു പ്ലെയർ ബാൾഡെ, ഒരു പ്ലെയർ റഫീന ടു ആൻ എക്സ്റ്റെന്റ്. എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് റഫീന ടു ആൻ എക്സ്റ്റെന്റ്, അല്ലാതെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. സോ പലപ്പോഴും നമ്മൾ ഓർത്തിട്ടില്ല പിച്ച് സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പ്ലെയർ എന്നുള്ള കാര്യം. പലപ്പോഴും നമ്മൾ ഗ്യാവിനെ, ഫെർമിൻ ലോപ്പസിനെ ഒക്കെ വൈഡിലിട്ട് കളിപ്പിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ലേ? എന്തുകൊണ്ട്? സോ അതാണ് ഞാൻ പറഞ്ഞത്, ഓപ്ഷൻസ് എപ്പോഴും വേണം. ആൻഡ് മറ്റ് പല ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിക്കോ വില്യംസ് ഈസ് ദ മാൻ എന്നുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ലൂയിസ് ഡിയാസ് ആണ് മറ്റൊരു ഓപ്ഷൻ. ഇപ്പൊ ലൂയിസ് ഡിയാസിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ
ലൂയിസ് ഡിയാസ് നല്ല പ്ലെയർ ആണ്, ബട്ട് സൂപ്പർ പ്ലെയർ ആണ്. ബട്ട് ലൂയിസ് ഡിയാസ് ഇൻകൺസിസ്റ്റന്റ് ആണ്. കഴിഞ്ഞ 2 സീസണായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഈ ലിവർപൂൾ ഫാൻസ് അല്ല, ഇപ്പൊ ലൂയിസ് ഡിയാസ് അമ്മാതിരി പെർഫോമൻസ് ആണ് ഓൺ ദ പിച്ച് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിരുന്നെങ്കിൽ, വീക്ക് ആൻഡ് വീക്ക് ഔട്ട് കൺസിസ്റ്റന്റ് പെർഫോമൻസ് കൊടുക്കുന്ന പ്ലെയർ ആയിരുന്നെങ്കിൽ, ലിവർപൂൾ ലൂയിസ് ഡിയാസിനെ വിൽക്കാനായിട്ട് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ലിവർപൂൾ ഫാൻസ് എന്തെങ്കിലും ബഹളം വെക്കുന്നുണ്ടോ? ഇല്ല. അവര് വന്നിട്ട് എടുത്തോണ്ട് പോകും, നല്ല പ്ലെയർ ആണെന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയുമല്ലോ. ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. നമ്മൾ എപ്പോഴും സ്ട്രീം ചെയ്യുമ്പോഴും അവർ വന്ന് പറയുന്നില്ലേ? അത് വൺ ഓഫ് ദ റീസൺ അതാണ്. ആള് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അർജന്റീനയ്ക്ക് അഗേൻസ്റ്റ് കിട്ടിലും ഗോൾ അടിച്ച്, ഇവൻ ലിവർപൂളിന് വേണ്ടി ബിഗ് ഗെയിംസിൽ ഗോൾ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇൻകൺസിസ്റ്റന്റ് ആണ്. ലീഗിലെ മാച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് പുള്ളിയുടെ ഏജ് 29 വയസ്സാണ്. നെക്സ്റ്റ് സീസണിൽ ലൂയിസ് ഡിയാസിന് 29 വയസ്സാണ്. നിക്കോ വില്യംസ് പുള്ളിയുടെ പ്രൈമിനാണ്, ബിലോ 25 ആണ്. സോ നമ്മളൊരു 5 വർഷം കഴിഞ്ഞിട്ട് ലൂയിസ് ഡിയാസിന്റെ മാർക്കറ്റ് വാല്യൂ ഡൗൺ പോകും, മറിച്ച് വയ്ക്കാൻ പറ്റുമോ? പാടാണ്. അതേ സമയത്ത് ഒരു 3, 4, 5 വർഷം കഴിഞ്ഞാൽ നിക്കോ വില്യംസിന് മാർക്കറ്റ് വാല്യൂ ആണ്. അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു വേജസ് മേ ബി ലൂയിസ് ഡിയാസ് നിക്കോയിലും കുറച്ച് ഇവരായിരിക്കും, സമ്മതിച്ചു. പക്ഷേ നിക്കോ വില്യംസ് എന്ന് പറയുന്ന ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിങ്ങറാണ്. പുള്ളി ടേക്ക് ഓൺസിൽ 1-on-1 സിറ്റുവേഷൻസിൽ സൂപ്പർബാണ്. നിക്കോ വില്യംസ് ഈസ് എ സീരിയസ് ഡ്രിബിളർ. നിക്കോ വില്യംസ് ബിഗ് ഗെയിം പെർഫോമറുമാണ്. നമ്മൾ കണ്ടതാണ്. റോഡ്രിക് അല്ല, നിക്കോ വില്യംസ് ഡിസേർവ്സ് ആ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്നുള്ള രീതിയിൽ തന്നെ ആർഗ്യുമെന്റ് വന്നിട്ടുണ്ടായിരുന്നു യൂറോസിൽ. എല്ലാ ബിഗ് ഗെയിംസിൽ പുള്ളി പെർഫോം ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നെതർലൻഡ്സിന്റെ അഗേൻസ്റ്റ് നേഷൻസ് ലീഗിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ജർമ്മനിക്ക് അഗേൻസ്റ്റ് ഗോൾ അടിച്ചു. ഫൈനലി ബിറ്റ് ഓഫ് ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മളുണ്ട് ഹി വാസ് ദ മോസ്റ്റ് ത്രെറ്റ്ഫുൾ പ്ലെയർ ഇൻ ദാറ്റ് പിച്ച്. സോ ഡെഫിനറ്റ്ലി ഒരു ബിഗ് ഗെയിം പ്ലെയർ ആണ്. എസ്പെഷ്യലി 1-on-1 സിറ്റുവേഷൻസ് ഡേഞ്ചർ ആണ്. യമാല് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കറിയാം ഹീസ് ഗോയിങ് ടു കിൽ ഡിഫൻഡേഴ്സ്. അതോടൊപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നിക്കോയുടെയും കൂടെ ത്രെട്ട് വരുമ്പോഴേക്കും സെൻട്രൽ ഏരിയാസിന് നമുക്ക് എത്ര സ്പേസസ് ഓപ്പൺ അപ്പ് ആവും. ലാസ്റ്റ് സീസൺ നിക്കോയുടെ ബെസ്റ്റ് സീസൺ അല്ലായിരുന്നു. 100% ആഗ്രി ചെയ്യുന്നു. ഒട്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ അല്ലായിരുന്നു. അയാൾ 18ഓളം ഗോൾ കോൺട്രിബ്യൂഷൻസിൽ അടുത്ത് പുള്ളിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഓൾ കോമ്പറ്റീഷൻ 45 ഗെയിംസിലോളം മറ്റുമൊക്കെ. പക്ഷെ അതിന് മുമ്പത്തെ സീസണൊക്കെ നമ്മൾ കണ്ട ആൾ 18ഓളം അസിസ്റ്റുകളൊക്കെ നേടുന്ന 30 മാച്ചുകളിൽ നിന്നൊക്കെ. സോ ഈസ് എ സീരിയസ് ടാലന്റ്, ഈസ് എ സീരിയസ് ബോളർ. ചാൻസ് ക്രിയേറ്റ് ചെയ്യും, ഗോൾസ് സ്കോർ ചെയ്യും. എസ്പെഷ്യലി ബിഗ് ഗെയിംസിൽ ഗോൾസ് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ബാർസലോണ ഈ ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടതാണ്. കാരണം ബയൺ മ്യൂണിക്, ചെൽസി, അതുപോലെ ആർസണൽ പോലത്തെ ടീമുകൾ പുള്ളിയിൽ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം പുള്ളി ഒരു സീരിയസ് ടാലന്റ് ആണ്. പുള്ളിക്ക് ബാർസലോണ വരണമെന്ന് ആഗ്രഹമാണെങ്കിൽ വി ഷുഡ് പുൾ ദാറ്റ്. സോ നമ്മൾ മിനിറ്റ്സ് സാക്രിഫൈസ്ഡ് ആവുന്നൊന്നും പറയുന്നിട്ട് കാര്യമില്ല. നമുക്ക് ക്വാളിറ്റി വേണം, നമ്മുടെ ടീമിൽ അഡീഷൻസ് വേണം, നമ്മുടെ ടീമിൽ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ വേണം. അത് എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അവിടുന്ന് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ള കർഡോസോ വാരേലയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കർഡോസോ വാരേല 16 വയസ്സുകാരനായ പോർച്ചുഗീസ് ഇന്റർനാഷണൽ ലെഫ്റ്റ് വിങ്ങർ ആണ്. പുള്ളി ഇപ്പം ഡൈനാമോ സാഗ്രബിന് വേണ്ടിയാണ് കളിക്കുന്നത്. സോ പുള്ളിയുടെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ബാർസലോണ ഡൈനാമോ സാഗ്രബുമായിട്ട് 5 മില്യൺ യൂറോസ് ഫിക്സർ പ്ലസ് 15 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ ഒരു 20 മില്യൺ ടോട്ടൽ പാക്കേജിന് ഈ പയ്യന്റെ ഡീൽ അഗ്രി ചെയ്തു. ഈ പയ്യന്റെ ഏജന്റ് ജോൺ ഗാർഷ്യയുടെയും ഓൾമോയുടെയും ഒക്കെ സെയിം ഏജന്റ് തന്നെയാണ്. സോ അതിനെ തന്നെ ബാർസലോണയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. ഇവനെ സൈൻ ചെയ്യാനായിട്ട് ഡെക്കോ ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്തു. സോ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി യൂത്ത് സിസ്റ്റത്തിൽ പോർട്ടോയിലൊക്കെയാണ് കളിച്ചിരുന്നത്. പോർട്ടോ നമുക്കറിയാം ഡെക്കോ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. ബാർസലോണയായിട്ട് ഇപ്പം വളരെ നല്ല റിലേഷൻഷിപ്പിലുള്ള ഒരു ക്ലബ്ബാണ് FC പോർട്ടോ. സോ പുള്ളിയാണെങ്കിൽ ഈ പയ്യന്റെ കർഡോസോ വാരേലയുടെ ഗെയിമൊക്കെ പോയി ഡെക്കോ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. സോ അവിടുന്ന് ബാർസലോണ സൈൻ ചെയ്യാൻ റെഡിയായപ്പം പോർട്ടോ ഇപ്പം RFEF-നും ബാർസലോണയ്ക്കും ഒരു ലെറ്റർ വിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോകരുത്, പോയാൽ ഞങ്ങൾ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആക്ഷൻസ് എടുക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ, പുള്ളി പോർട്ടോയിൽ ഈ പയ്യൻ കളിച്ചുകൊണ്ടിരുന്നത്, ആ പോർട്ടോയുടെ പ്ലെയർ ആയിരുന്നപ്പോൾ പുള്ളിക്ക് മിനിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല യൂത്ത് സിസ്റ്റത്തിൽ, ഈ അണ്ടർ 13s ഇങ്ങനെയൊക്കെ. സോ അവിടുന്ന് പുള്ളിയുടെ ഏജന്റ് ഇവരെ കൊണ്ട് പറഞ്ഞ് ക്രൊയേഷ്യയിലോട്ട് ചെല്ലുകയും അവിടെ ട്രയൽസ് നടത്തി ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബായ ഡൈനാമോ സാഗ്രബിൽ പുള്ളി സൈൻ ചെയ്യുക. അവിടെ റെഗുലർ മിനിറ്റ്സ് കിട്ടാനായിട്ടും തുടങ്ങി. പക്ഷെ പോർട്ടോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവന്റെ ഏജന്റ് ഞങ്ങളുടെ സമ്മതം ഇല്ലാതെ ഇവനെ കൊണ്ടുപോയി അവിടെ സൈൻ ചെയ്യിപ്പിച്ചെന്നാണ്. അതായത് തട്ടിക്കൊണ്ടുപോയി സൈൻ ചെയ്യിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പോർട്ടോ പറയുന്നത്. സോ അവരുടെ അനുവാദം ഇല്ലാതെ, അവരുടെ റൈറ്റ്സ് ഇല്ലാതെ, അവരുടെ ഇതില്ലാതെ, അവരുടെ ടീമിൽ നിന്ന് അവരുടെ അംഗീകാരം ഇല്ലാതെ ഒരു ലീഗൽ ഡോക്യുമെന്റ് സൈൻ ചെയ്യാതെ പോയി അവനെ അവിടെ കളിപ്പിക്കുമായിരുന്നു. സോ ഓൾറെഡി അവർ ഫിഫയുടെ ഫ്രണ്ടിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയും ഫിഫ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കർഡോസോ വാരേല ആരുടെ പ്ലെയർ ആണ് എന്നറിയാനായിട്ടുള്ള ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ പുള്ളി ഡൈനാമോ സാഗ്രബിന് വേണ്ടി ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ബാർസലോണ പോയി അവനെ എടുക്കുകയും ലീഗലി റൈറ്റ്സ് പോർട്ടോയ്ക്ക് ആണെന്ന് വരികയും ചെയ്താൽ അത് ബാർസലോണയെ നെഗറ്റീവ്ലി ബാധിക്കും. ഡൈനാമോ സാഗ്രബിനെ ഡെഫിനറ്റ്ലി ബാധിക്കും. ബട്ട് ബാർസലോണയെ അത് വളരെ നെഗറ്റീവ്ലി ബാധിക്കും. ബാർസലോണയ്ക്ക് ഫൈൻസോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ബാൻസോ നേരിടാൻ സാധ്യതയുണ്ട്. സോ അതിനകത്ത് തന്നെ ബാർസലോണ ഇപ്പോൾ ആകെപ്പാടെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. സോ പോർട്ടോ
റിക്വസ്റ്റ് പ്രകാരം ബാർസലോണ ചിലപ്പോൾ ഈ ഡീലിൽ നിന്ന് പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ 16 വയസ്സുകാരനായ ഒരു ലെഫ്റ്റ് വിങ്ങർ നല്ലൊരു പ്രൊഫൈലായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ എന്താവുമെന്ന്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. നിക്കോ വില്യംസ് ഡീല് ബാർസലോണ സൈൻ ചെയ്യണം അതോ ലൂയിസ് ഡിയാസിലോട്ട് തന്നെ പോയാൽ മതി? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.